ഷാനിബാലി, ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, കേസെടുത്തിട്ടില്ലല്ലോ, ഒരു FIR പോലും ഇട്ടിട്ടില്ലല്ലോ, ആരോപണങ്ങൾ മാത്രമായി നിൽക്കുകയല്ലേ എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി ഈ നിമിഷം വരെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ലൈഡ് ഷെയ്മിംഗ് ഉണ്ട്. പല നേതാക്കൾക്കൊപ്പം അതിലൊരു ഉത്തരവാദിത്തപ്പെട്ട MP തന്നെ വന്ന അല്പവസ്ത്രധാരി എന്നും മറ്റു മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെന്നും ഒക്കെ ആക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇരകൾ അല്ലെങ്കിൽ അതിജീവിതമാർ പുറത്തു വന്ന് പറയാൻ ഭയക്കുന്നൊരു കാലത്ത് FIR ഇടാത്ത പക്ഷം ഇതുപോലെയുള്ള പൊതുപ്രവർത്തകർ ഇങ്ങനെ നടന്നു പോവും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഡ്വക്കേറ്റ് ഷാനിബാലി. ഇരകൾക്ക് കൃത്യമായിട്ട് അവർക്കെതിരെയുള്ള പ്രശ്നം, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൃത്യമായിട്ട് ഒരാൾ ഇത് പറയുമ്പോൾ, ഒരു സ്ത്രീ വന്ന് എനിക്കിത് നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ തുണിയുടെ അളവെടുക്കാനും ആ സ്ത്രീ എന്തുകൊണ്ട് ആ സമയത്ത് അയാളോട് സംസാരിച്ചു എന്ന് പറയാനും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ പോലും ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയോ അരുൺ? ഇപ്പം നമ്മൾ ഇത്രയും 3 പേര് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, 4 പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഞാനടക്കം 3 പേര് അഭിഭാഷകരാണ്. അപ്പം നമ്മൾ ഈ മോണാക്ട് ഒക്കെ കാണില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതായത് ഒരു മോണാക്ടിൽ ഒരാൾ ഒരു സൈഡിൽ നിന്ന് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറയും, അതേ ആൾ അപ്പുറത്ത് പോയിട്ട് നിന്നെ ഞാൻ കൊല്ലുവേടാന്ന് ആക്രോശിക്കും. ഇതേ കാര്യം നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ പാർട്ടി അവരുടെ പാർട്ടിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ആദ്യം പറയാനുള്ളത് മാറ്റർ സബ് ജുഡൈസ് അല്ലേ, കോടതിയിൽ പെൻഡിങ് അല്ലേ, കോടതി തീരുമാനിക്കട്ടെ. കേവലം ഒരു ആരോപണത്തിനെ പറ്റി പറയുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത്? അയ്യോ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ രാജിവെച്ചിരിക്കണം. എന്താണിത്? ഈ പറയുന്ന ആൾക്കാർക്ക് ലവലേശം ബോധമില്ലായിട്ടാണോ, അതോ അവരിത് മനഃപൂർവ്വം വിഴുങ്ങുന്നതാണോ? എന്താ പറയുക, അവരത് പറയാനുള്ള ആ ഒരു ബോധം കാണിക്കാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനും BJPയുടെ പ്രതിനിധി, അദ്ദേഹവും ഒരു വക്കീലാണ്, അവരും പറയുന്നുണ്ടായി ഉമാ തോമസ് പ്രതികരിച്ചില്ല എന്ന്. അതേസമയം അടുത്ത മൊമെന്റിൽ അരുൺ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ എന്ന് പറയുമ്പോൾ, അല്ല അത് കോടതിയിൽ പെൻഡിങ് അല്ലേന്ന്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്ന കാർഡുണ്ട്, കോടതിയിൽ പെൻഡിങ് ആണെന്ന് പറയുന്ന കാർഡുണ്ട്. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വരുമ്പോൾ മാത്രം ഈ കാർഡുകളെല്ലാം കൃത്യമായിട്ട് ഇറങ്ങും. അല്ലല്ല, അത് കറക്റ്റ് ചെയ്ത് പോണേ. ഉമാ തോമസ് പ്രതികരിച്ചിട്ട് അവർക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഉമാ തോമസ് പ്രതികരിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശരി മാഡം, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ ഇത് ചെയ്തപ്പോ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം? ഇത്രയും അലിഗേഷൻ ഉണ്ട്, ഇപ്പോഴും അലിഗേഷൻ മാത്രമാണല്ലോ. ഞാൻ ഒരിക്കലും രാഹുലിനെ ന്യായീകരിക്കില്ല. അയാൾ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യനെയും പോലെ ഞാൻ അതിൽ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആണ്. അല്ലല്ല, അത് മനസ്സിലായി, ന്യായീകരിക്കുന്നില്ല, അല്ല ന്യായീകരിക്കുകയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, BJPയിലായാലും ഏത് പാർട്ടിയിലായാലും അങ്ങനെ ഒരു കാര്യം തെളിഞ്ഞാൽ അത് BJPക്കുള്ളിലുള്ള ഒരാളെ ഞാൻ തള്ളിപ്പറയും, പാർട്ടി തള്ളിപ്പറയും, 100% ഉറപ്പ്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ല, ഷാനിബ ഒരു പാർട്ടിയുടെയും പ്രതിനിധിയല്ല. ഷാനിബ ഒരു അഭിഭാഷക എന്ന നിലയിൽ സ്ത്രീപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ഷാനിബ, ഇവിടെ നോക്കൂ, ഗുരുതരമായ വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഗർഭഛിദ്രം അടക്കമുള്ള വിഷയങ്ങൾക്ക് പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ നിർബന്ധിക്കുകയും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ശബ്ദരേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് അല്ലേ? നേരത്തെ TP സിന്ധുമോളൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരള പോലീസിന് കേസ് എടുത്തുകൂടെ എന്നുള്ളതാണ് ചോദ്യം. എത്രയെത്ര വകുപ്പുകൾ, BNS 89, ഗർഭഛിദ്രം 79, മാന്യതയെ കളങ്കപ്പെടുത്തുന്നത്, വിവാഹ വാഗ്ദാനം നൽകി ഭീഷണിപ്പെടുത്തുന്നത് BNS 69, സെക്ഷൻ 28 തെറ്റിദ്ധാരണയുള്ള കൺസെന്റ് വാങ്ങുന്നത്, ഇങ്ങനെ ഒടക്കം കുറ്റകൃത്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഉണ്ട്. ഇതിനൊന്നും വിക്ടിമിനെ വെയിറ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഈ പറഞ്ഞ കാര്യം കേട്ട ആർക്ക് വേണമെങ്കിലും ഇതിൽ ഒഫൻസ്, ഇതിന്റെ പുറത്തൊരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ വിക്ടിമിനെ വെയിറ്റ് ചെയ്യുന്നത്? പക്ഷെ അതിൽ പ്രശ്നം വരാനുള്ള ഒരേ ഒരു സാധ്യത, നാളെ വിക്ടിം ഇത് മാറ്റി പറഞ്ഞാൽ എന്നുള്ളതായിരിക്കാം. പക്ഷെ അപ്പോഴും നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് വിക്ടിം? പല കേസുകളും നമ്മൾ കാണുന്നുണ്ട്, കേസ് കൊടുക്കുന്നു, കുറച്ചു കാലം കഴിയുമ്പോൾ അത് സെറ്റിൽ ആവുന്നു. എന്താണ് ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്? വിക്ടിം മൊഴി മാറ്റി പറയുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയാണ് അയാൾ ഇരിക്കുന്ന MLA എന്ന് പറയുന്ന സ്ഥാനം പ്രശ്നമായി വരുന്നത്. അതായത് MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും, അതായത് ഒരു മാസത്തോടു കൂടി എല്ലാവരുടെയും ഇതിലുള്ള പ്രബുദ്ധത, എല്ലാവരുടെയും ഇതിലുള്ള അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. പുതിയ വാർത്തകളുടെ പിന്നാലെ ആൾക്കാർ പോകും. പിന്നെ ഇത് സെറ്റിലായോ, ഇത് തേഞ്ഞു മാഞ്ഞു പോയോ എന്നൊന്നും ആരും അറിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇരിക്കുന്ന ആളുടെ ആ ഇരിക്കുന്ന പൊസിഷൻ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അയാൾ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് Debate with Dr. Arun Kumar.